എല്ലാവർക്കും നമസ്കാരം. ഞാൻ റമീസ് അലി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൈറ്റ് വിസിറ്റിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് വ്ളോഗ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തൃശ്ശൂർ സൈഡിലുള്ള ഒരു 2 സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഓഫീസിലേക്ക് പോവാണ് ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ എൻഡ് ചെയ്തായിരുന്നു ആ ഒരു വ്ളോഗ്. ഇന്നിപ്പം അതിൻ്റെ കണ്ടിന്യൂറ്റി ആട്ടോ. സെക്കൻഡ് ഡേ ആണ്. കൊച്ചിയിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ വൈപ്പിനിൽ നമ്മുടെ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വൈപ്പിനിലെ സൈറ്റ് നല്ലൊരു പ്രൊജക്റ്റാണ്. നമ്മൾ പബ്ലിഷ് ചെയ്യാൻ നിൽക്കുന്ന നെക്സ്റ്റൊക്കെ ആയിട്ട് ഉടനെ തന്നെ നിയർ ഫ്യൂച്ചറിൽ നമ്മളത് പബ്ലിഷ് ചെയ്യും. ആ ഒരു പ്രൊജക്റ്റ് 2100 സ്ക്വയർ ഫീറ്റ്, അറൗണ്ട് 2200 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു 4 BHK വീടാണ്. നല്ലൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിൻ്റെ സൈറ്റിലേക്ക് ഒരു ഫൈനൽ സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ വർക്ക്സ്, ഇൻറ്റീരിയർ ഒക്കെ നമ്മളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എല്ലാം കംപ്ലീറ്റ് A to Z, ഫ്രം ദ സ്റ്റാർട്ടിങ് ടു ദ എൻഡ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഇൻറ്റീരിയർ വർക്ക്സ് അടക്കം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണിത്. അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രൊജക്റ്റ് നന്നായി വരും, ആ പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യും, എന്തായാലും ഫുൾ വീഡിയോ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കംപ്ലീറ്റ് നിങ്ങൾക്ക് അതൊരു ഇൻറ്റീരിയർ വാക്ക് ത്രൂ പോലെ ഒന്നും ഇന്ന് കാണിക്കില്ല, കാരണം പബ്ലിഷ് ചെയ്യാനുള്ള പ്രോജക്റ്റാണ്. എന്തായാലും പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. കഴിഞ്ഞ വീഡിയോ ഉള്ള പോലെ തന്നെ മിഥുനും ഹർഷദും എൻ്റെ കൂടെ ഉണ്ട്. മിഥുൻ നമ്മുടെ കമ്പനിയിലെ പ്രൊജക്ട് മാനേജറാണ്. പല പ്രൊജക്ട്സും മിഥുനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഹർഷദ് മീഡിയ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. ഈ സൈറ്റ് വൈപ്പിനിൽ കടൽ തീരത്തിന് അടുത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കടൽ തീരത്തിൻ്റെ അടുത്ത് നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ പാലിക്കേണ്ട അല്ലെങ്കിൽ വരുന്ന ചില ചലഞ്ചസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നേരിട്ടിട്ടുള്ള ഒരു സൈറ്റാണത്. ഇതാണ് നമ്മുടെ വർക്ക് സൈറ്റ്. 4 BHK വീടാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂംസ്. അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു 4 BHK വീടാണത്. എക്സ്റ്റീരിയറിൽ നമ്മൾ ഈ ഒരു മോഡേൺ തീമിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. ജാളീസ് കൊടുത്തിട്ടുണ്ട്, ബ്രിക്ക് ജാളീസ് കൊടുത്തിട്ടുണ്ട്, ബ്രിക്ക് ക്ലാഡിങ്സ് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലാണ് നമ്മൾ എക്സ്റ്റീരിയർ ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത് ഇവിടെയാണ്. വീടിൻ്റെ ലിവിങ് റൂമാണിത്. ഇതെല്ലാം ഞാൻ വിശദമായിട്ട് വർക്ക് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ ഇൻറ്റീരിയറിൻ്റെ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ഡൈനിങ് ഏരിയ ആണ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റെയർ കേസും വരുന്നത്. അവിടെ കിച്ചണാണ്. കിച്ചൺ ഓപ്പൺ കിച്ചണാണ്. ഒരു ചെറിയ വർക്ക് ഏരിയ അവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ഒരു സ്പേസാണ്, ഒരു കോർട്ട്യാർഡ് സ്പേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ വാഷ് ബേസിൻ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ ഡോർ കം വിൻഡോ ഗ്ലാസ്സിൽ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഇത്തരത്തിലാണ് ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം വലിയ ബെഡ്റൂമാണ്. ഒരു ബേ വിൻഡോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വർക്ക്സ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പിന്നെ ഇവിടെ ടോയ്ലറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിന് അറ്റാച്ച് ചെയ്തിട്ടുള്ള ടോയ്ലറ്റ്. ഇത്രയുമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സൗകര്യങ്ങൾ. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ നോക്കുകയാണെങ്കിൽ സ്റ്റെയർ കേസ് നമ്മൾ സ്റ്റീൽ പ്ലസ് വുഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ വലിയൊരു വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയൊരു സ്പേസാണ്. ഈ വീടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നല്ല എയർ സർക്കുലേഷനും ലൈറ്റും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു സിറ്റ് ഔട്ട് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടല്ല, ബാൽക്കണി. ഒരു ബാൽക്കണി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ബെഡ്റൂംസാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. അതിൽ ഒന്നാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂമിനും ഒരു ബാൽക്കണി ഉണ്ട്. ഒരു പ്രൈവറ്റ് ബാൽക്കണി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ജാളി വർക്ക്സ് ചെയ്തിട്ടുള്ളത്. ഒരു ഡോർ കം വിൻഡോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ്സിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെ വരുന്നുണ്ട്.
അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെ വരുന്നുണ്ട്. ഇത്തരത്തിലാണ് ഈ ഒരു ബെഡ്റൂം ഉള്ളത്. പിന്നെ ഈ ഡോർസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മളെ ഇന്റീരിയർ ടീം ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ കസ്റ്റമായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഡോർസ് എല്ലാം തന്നെ. ഇതാ ഇവിടെ ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഡോർ ഫ്രെയിംസും ഡോർസും നോക്കിക്കോളും. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. വിശദമായിട്ടുള്ള വീഡിയോസ് ഫോട്ടോസൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞല്ലോ, പബ്ലിഷ് ചെയ്യാനുള്ള പ്രൊജക്റ്റാണത്. അതുകൊണ്ട് ഫുൾ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ലേറ്റ് നമുക്ക് ചെയ്യാം. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്, ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൻ്റെ അതേ വലുപ്പത്തിലുള്ള ബെഡ്റൂം. ഒരു ബേ വിൻഡോ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂംസ് വരുന്നുണ്ട്. ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെ വരുന്നുണ്ട്. വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലാണ് ഈ ഒരു ബെഡ്റൂം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് ഈ ഒരു വീട്ടിലുള്ള സൗകര്യങ്ങൾ. ഇപ്പോൾ വീടിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്ത സൈറ്റിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ വൈപ്പിലെ സൈറ്റ് വിസിറ്റ് ചെയ്ത് ഇറങ്ങി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത സൈറ്റിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് വർക്ക്ഷോപ്പിൽ കാർ ഒന്ന് ചെക്കപ്പിന് കൊടുക്കണം. അപ്പോൾ അത് കൊടുത്തിട്ട് ആണ് ആ സൈറ്റിലേക്ക് പോകുന്നത്. ആ സൈറ്റ്, ആ ചെക്കപ്പ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് സൈറ്റ് ഉള്ളത്. കാറ് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. പോയി നോക്കാം.